ഒരു ടി വി തരാൻ വേണ്ടി വന്നേ ഞങ്ങൾ. സന്തോഷമായോ? എന്നാൽ പോയി എടുത്തുകൊണ്ട് വരട്ടെ. കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണാൻ പഠിക്കണം നന്നായിട്ട് രണ്ടുപേരും കേട്ടോ. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ അകത്തോട്ട് കയറി അത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് വല്ലതും ഉണ്ടോയെന്ന്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആറാട്ടുപുഴയിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ആ മെസ്സേജ് വന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിലൊരു ടി വി ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ആ ടി വി ഇവർക്ക് അർഹതപ്പെട്ടാണ്. അപ്പം അത്രയേറെ ബുദ്ധിമുട്ടുള്ളതെന്നാണ് മെസ്സേജിൽ കണ്ടിട്ടുള്ളത്. ഈ ആറാട്ടുപുഴയിൽ ഈ ഭാഗത്താണ് അവരുടെ വീട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനതൊന്ന് അന്വേഷിച്ചിറങ്ങിയാണ്. അപ്പോൾ CJ സ്മാർട്ട് എനിക്കായിട്ട് തന്നിട്ടുള്ള ഒരു ടി വി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മെസ്സേജ് വരുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ ഈ ടി വി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ആർക്ക് കൊടുക്കണം, അത്രയും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കണമെന്ന് ഞാൻ കരുതി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു മെസ്സേജ്, ഈ മെസ്സഞ്ചറിൽ ഈ ഒരു മെസ്സേജ് ശ്രദ്ധിക്കുന്നത്. നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. ഈ തറയിൽക്കടവ് ഭാഗത്താണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആറാട്ടുപുഴയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടി വി വളരെ സന്തോഷത്തോടു കൂടി CJ സ്മാർട്ട് എനിക്കായിട്ട് തന്നിട്ടുള്ള ടി വി ആണ്. ഇത് ഞാൻ പോകുന്ന ഏതെങ്കിലും അർഹതപ്പെട്ട ഒരു ഫാമിലിക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് കൊടുത്തേക്കാം. ഓക്കെ, ഷാജി ചേട്ടൻ്റെ വീടാണോ? ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നേ. ഇതാണോ മോള്? ആ, കളിക്കാൻ പോയി. എന്താ ടി വി ഒന്നും ഇല്ല ഇവിടെ? ടി വി വേണമെന്ന് ആർക്കെങ്കിലും പറഞ്ഞിരുന്നോ? ഒരു ചേച്ചിയുടെ പറഞ്ഞിരുന്നോ? ഇവിടെ ഒരു സഹായം ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടോ? ടി വി വേണോ? എത്രല്ല രണ്ടുപേരും പഠിക്കുന്നേ? മോളാ? 3-ല്. പിന്നെ ഹസ്ബൻഡ് മരിച്ചിട്ട് എത്ര നാളായി? 7 മാസം. ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണോ? ആഹാ, നമുക്ക് ഹെൽപ്പൊക്കെ എങ്ങനെ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ചെയ്തു തരുവാണോ? എന്നോടൊരു ചേച്ചി പറഞ്ഞു, ഇവിടെയുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ചേച്ചി ഉണ്ടല്ലോ. ആ, ഓക്കെ ഓക്കെ. ഒരാൾ എന്നോട് പറഞ്ഞു ചേച്ചി ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. ആ, ഇവിടെ ടി വി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആണോ? ഒരു ടി വി തരാൻ വേണ്ടി വന്നേ ഞങ്ങൾ. സന്തോഷമായോ? എന്നാൽ പോയി എടുത്തുകൊണ്ട് വരട്ടെ. പിന്നെന്താ വേണം? ടി വി ആയല്ലോ അല്ലേ? ഹാപ്പിയായോ? നീ വാ. ഹാപ്പിയായോ രണ്ടുപേരും? അപ്പോൾ ഇവർക്കാണിത് ഏറ്റവും അർഹതപ്പെട്ട കേട്ടോ. കാരണം ഇവരുടെ കാര്യം എനിക്ക് മെസ്സേജ് വരുന്ന സമയം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടി വി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയപ്പം CJ സ്മാർട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെക്കാട്ടിലും വലിയ അർഹതപ്പെട്ടവർ വേറെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവർക്ക് സമ്മാനിക്കുകയാണ്. നല്ലൊരു ടി വിയാണ് കേട്ടോ. അപ്പോൾ ഇനി കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണാൻ പഠിക്കണം നന്നായിട്ട് രണ്ടുപേരും കേട്ടോ. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ അകത്തോട്ട് കയറി അത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് വല്ലതും ഉണ്ടോയെന്ന്. ചേച്ചിക്ക് ഇപ്പം ഇവിടുത്തെ സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പം ഇവിടെ ഉള്ളവരൊക്കെയാണോ? ആ, പെങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പം 7 മാസം. അപ്പോൾ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ സഹായമൊക്കെ ചെയ്യുമോ? ഭർത്താവിൻ്റെ കൂട്ടുകാരൊക്കെ പിരിവൊക്കെ പൈസ തന്നായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യാൻ വേണ്ടി പോയപ്പം ഒരു കമ്പനി എന്നെ ഏൽപ്പിച്ച ടി വിയാണ് ഈ ഒരു ടി വി. അപ്പോൾ ഇനി എന്തായാലും ആരെങ്കിലും വിളിച്ചതൊന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി വന്നേ ചോദിക്കട്ടെ, രണ്ടുപേരും വന്നേ. ഇവിടുത്തെ അല്ലേ? ഇത് എവിടുത്തെ പിന്നെ? അപ്പോൾ ചേച്ചിക്ക് ആണോ? ഇതാ അതിലത്തെ വീട്ടിലെ കുഞ്ഞല്ലേ? മോളുടെ പേരെന്താ? ഒന്നും വൈകി കുട്ടി. ഓക്കെ, മോൾക്ക് ഹാപ്പി ആണല്ലോ? സന്തോഷമായല്ലോ? ഓക്കെ ഓക്കെ. അപ്പൊ എത്ര നാൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു ടി വി? എത്ര നാളുണ്ടായിരുന്നു? ഒരു ഇത് കൊണ്ടുവരാമെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു കത്രിക എന്തെങ്കിലും തന്നെ. അപ്പോൾ ഇതാണ് ടി വി കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് വിറ്റ് തരും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കണം കേട്ടോ. കേടൊന്നും ആക്കാതെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടി വി വെക്കാനായിട്ടുള്ളൊരു മേശയൊക്കെ ഉണ്ടല്ലോ കേട്ടോ. അങ്ങോട്ട് വെച്ചേക്കാം. കണ്ടോ? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് ഇതുപോലെ വെക്കുകയാണ്. ഒപ്പം ഇതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡില്ലേ, ഇത് റിമോട്ടാണ് കേട്ടോ മോളെ. ഇത് റിമോട്ട്, ഇത് അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെയാണ്.
ഏതെങ്കിലും ചേട്ടന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. അത് പരിചയമുള്ളവരുണ്ടല്ലോ. പോയിട്ട് വെക്കാണെങ്കിൽ ഓക്കെ, സന്തോഷം. നിങ്ങൾക്ക് ഇത് തരാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം തരും. പോയിട്ട് വരാം കേട്ടോ. ശരി.